ഗുഡ് മോർണിംഗ്. വട്ടവടയിലുള്ള അവസാനത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകണം എന്ന് ആലോചിക്കുമ്പം എങ്കിലും ആ എൻജോയ് ചെയ്ത ദിവസങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു മ്യൂസിക്കും ആ ഒരു വ്യൂ ആയിരുന്നു രാവിലെ എണീച്ചപ്പോൾ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, എന്നും നമുക്ക് ഈ ഒരു വ്യൂവിലേക്കാണ് നമ്മൾ എണീക്കുന്നതെങ്കിൽ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യൂ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ല് തേച്ചതും റെഡി ആയതും ഒക്കെ പുറത്തുനിന്നായിരുന്നു ഈ വ്യൂ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറേ മോയ്സ്ചറൈസറൊക്കെ വാരി തേച്ച് നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ഫുഡ് കഴിച്ച് 9:30 ആകുമ്പോഴേക്കും ബസ് വരും. നമ്മൾ വളരെ പഞ്ചലായതുകൊണ്ട് തന്നെ നമ്മളൊരു 8-8:30 ആയപ്പോഴേക്കും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് നല്ല ചൂട് മുട്ടക്കറിയും പൊറോട്ടയും അതിൻ്റെ കൂടെ എൻ്റെ സ്പെഷ്യൽ ബൂസ്റ്റും കുടിച്ച് വാറ് നിറച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത് രാവിലെ തന്നെ. അങ്ങനെ പിന്നെ നമുക്ക് പോകാനുള്ളതായി. വിഷമത്തോടെ അങ്ങനെ വട്ടവടയോടെ നമ്മൾ ബായൊക്കെ പറഞ്ഞ് ഇവിടെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് 9 മണിയാകുമ്പോഴേക്കും അവിടെ വന്ന് നിൽക്കും, കോവലൂർ ടൗണിൽ. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറി വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പോകുന്ന വഴി മൊത്തവും അവിടെ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ ചെക്ക് പോസ്റ്റ് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് അതും കിട്ടിയൊരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഉദാപ്തി അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമും കാര്യങ്ങളൊക്കെ കടന്ന് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു 3-3:30 ആയി. പിന്നെ നമ്മൾ നേരെ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയത്. ഒന്ന് ഫ്രഷപ്പ് ആവണമായിരുന്നു. ഒന്ന് ഫ്രഷപ്പായി ഞാനൊരു അവിൽ മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വിട്ടു സുഭാഷ് പാർക്കിലേക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ സൺസെറ്റ് കണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല ഗൈസ്. ഞാനിവിടെ സംസാരിക്കുന്ന തിരക്കിലായിട്ട് സൺസെറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സൺസെറ്റ് കഴിഞ്ഞു എന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെ ഹോട്ടൽ സോനയിലേക്ക് വിട്ടു. അവിടുത്തെ എന്തോ സ്പെഷ്യൽ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ നെയ്പ്പത്തിലാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് റൈസ് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നെയ്പ്പത്തിൽ കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു ഫിലിം കണ്ടു. ഫിലിം ആവറേജ്, കുഴപ്പമില്ല, അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്ന് നമ്മൾ നേരെ തിരിച്ചെത്തി വടകരയിലേക്ക്. രാവിലെ ഒരു ചെറിയ ചായ കുടിച്ച് നമ്മൾ നേരെ വിട്ടു വർക്ക് ഹോളിക്കായതുകൊണ്ട് ജോലി ചെയ്യാൻ.